ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങൾ കോളേജിലെ ഓണപ്പരിപാടിയായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ ഇറങ്ങി. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുത്തൻ നമ്മളെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സമയം 10:15. 9:15 ട്രെയിൻ ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പം തൊട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് ഇപ്പോൾ എത്തും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ 1 മണിക്കൂറാണ് ഞങ്ങൾ അവനെ വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ നമുക്ക് വാസുവിനെ കിട്ടി. വാസു നോക്കടാ. അങ്ങനെ അവനെ വെയിറ്റ് ചെയ്ത് നമ്മൾ 1 മണിക്കൂർ നിന്ന്. ഇപ്പം എന്നിട്ട് അടുത്തവൻ ഇപ്പം വരും. അവന് പാൻറ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വരുമെന്നാണ് നമ്മൾ അറിയിച്ചേക്കുന്നത്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് ഇനി 1 മണിക്കൂർ നമ്മൾ ഇനി അടുത്ത് നിൽക്കണമായിരിക്കും. അതിൻ്റെ ഒരു ബോറടി മാറാനായിട്ട് നവീൻ്റെ പാട്ടും പാൻറ്റൊക്കെ കിട്ടിയത് അവനും വന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാനായിട്ട് ആർ.കെ വെഡ്ഡിങ് മാളിലെത്തി. കോളേജിൽ ഓണപ്പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കളർ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ബ്ലൗസിൻ്റെ മെറ്റീരിയലും സാരിയും ഒക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ പോയി ഞങ്ങൾ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ നോക്കി. പക്ഷേ മെറ്റീരിയൽ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പതിയെ പോയി സാരി നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് ഒരെണ്ണം അങ്ങ് വാങ്ങി. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ രാമൻ്റെ ചേച്ചിയുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അപ്പം നമുക്കിന്ന് കുഞ്ഞിനെയും കാണാനൊന്ന് പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനായിട്ട് ഒരു ബേബി സെറ്റ് വാങ്ങാമെന്നും കരുതി അതും വാങ്ങി. അതിൻ്റെ ഇടയ്ക്കൂടെ ഇവിടെ ഒരുത്തി അവിടെ എവിടെയൊക്കെ കാണുന്ന കുഞ്ഞുടുപ്പൊക്കെ ഓരോന്നെടുത്ത് കാണിക്കുന്നുണ്ട്. ഇനി ഭാവിയിലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ബില്ലൊക്കെ കൊടുക്കാമെന്നും കരുതി താഴോട്ടിറങ്ങിയപ്പോഴാണ് അവിടെ ഓർണമെൻറ്റ്സിൻ്റെ ഒരു സെക്ഷൻ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ പെൺകുട്ടികളെ സംബന്ധിച്ച് ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് കയറി എല്ലാവർക്കും ഒന്ന് കണ്ട് ഒന്ന് നോക്കിയിട്ടൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ അവിടെ കയറിയപ്പോഴോ മാലയ്ക്കും കമ്മലിനും ഒക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നത്. ഞാൻ ഈ കാണിക്കുന്ന കമ്മലിന് 59 രൂപ മാത്രമേ ഉള്ളൂ. ഓണത്തിനും വെഡ്ഡിങ്ങിനും അതേപോലെ മറ്റ് ഫംഗ്ഷനും ഒക്കെ ഓർണമെൻറ്റ്സ് നോക്കുന്നവരാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ആർ.കെ വെഡ്ഡിങ് മാളിൽ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങാൻ പറ്റും. ഞാനും 1-2 മാലയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് എനിക്ക് ചേർന്ന് നോക്കി ഞാനും വാങ്ങി. ചുമ്മാ ഒന്ന് കണ്ടിട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ടായിരുന്നു കയറിയത്. പക്ഷെ അവിടെ അത്യാവശ്യം റേറ്റ് കുറവൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഞാനും വാങ്ങി. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പരാഗിലോട്ട് വന്നു. ഇവിടെ ആകുമ്പോൾ മെറ്റീരിയൽസിൻ്റെ മാത്രം കളക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോന്നൊക്കെ എടുത്ത് നമ്മുടെ കളർ കോഡുമായിട്ട് ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കി. നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങള് ഡ്രസ്സും ഓർണമെന്റ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഫുഡ് കഴിക്കാന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചു. ഞങ്ങള് കഴിക്കാൻ കൈഫാനിൽ വന്നായിരുന്നു. പക്ഷെ അവിടെ ഫുൾ ആള്. എന്റെ കൂട്ടത്തിൽ മഴയും പെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ വെളിയിൽ നിൽക്കുന്നത്. നമ്മളിപ്പോ കഴിക്കാൻ വന്നിരിക്കുന്നത് കൈഫാനിലാണ്. പറഞ്ഞായിരുന്നു കൈഫാൻ. എന്റെ മൂടി നേരം നിന്നിട്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയെന്നാണ് അറിഞ്ഞത്. സീറ്റ് കിട്ടിയിട്ടില്ലെന്നാണ് അറിഞ്ഞത്. ഇല്ല, പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ ഫ്രണ്ടിൽ നമുക്ക് ഇരിക്കാൻ അകത്ത് കയറിയിട്ട് വിശേഷങ്ങൾ അറിയാം. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഇന്നത് ഇവന്റെ ചെലവാണ്. അവനൊരു മാമനായതിന്റെ ചെലവാണ്. ഇങ്ങനെ എപ്പോഴും വിളിച്ചു പറയാൻ പ്രായമുണ്ട്. എനിക്കത്ര പ്രായമില്ല. 25 വയസ്സല്ലേ. മയോണീസിൽ അവന്റെ തോന്നിവാസം. നമ്മളിവിടെ ഫുഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സലാഡ് തീർക്കും. ലാസ്റ്റ് നമുക്കൊന്നും ഇല്ലാതാവുകയും ചെയ്യും. A few moments later. ഗൈസ് വിശക്കുന്നു. ഗൈസ് ഇവിടെ വിശന്നിട്ട് അയ്യോ കത്തുന്നേ, വയറ് കത്തുന്നേ. അങ്ങനെ
ഇതേ ഫുഡ് കിട്ടി. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയത് കാരണം തന്നെ അത്യാവശ്യം നല്ല ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല വിശന്നിട്ടായിരുന്നു ഇരുന്നത്. ഇപ്പോൾ ദേ ഫുഡ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് എല്ലാവരുടെയും ഫേസിൽ കാണുന്നത്. എല്ലാവരും ദേ ഓരോ സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും കൂടെ കഴിച്ചിട്ട് വരട്ടെ. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനിയിപ്പോൾ രാമൻ നമുക്ക് ചിലവൊക്കെ തന്ന്, പിന്നെ ഇപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി കൊച്ചിനെയൊക്കെ കാണണ്ടേ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് അതിനായിട്ട് അവൻ്റെ വീട്ടിലോട്ട് പോകാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ രാമൻ്റെ വീട്ടിൽ പോയിട്ട് ഇറങ്ങി. അതെ, നമ്മളെ കൊച്ചു പറ്റിച്ച് ഗൈസ്. അവൻ പറയുന്നത് എപ്പോഴും കരച്ചിലൊക്കെയാണെന്ന്, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ഞങ്ങളൊരു അരമണിക്കൂറിൽ പുറത്ത് അവിടെ ഇരുന്നു. എന്നിട്ടും ഇത്രയും ബഹളം കേട്ടിട്ടും അവ എണ്ണീറ്റില്ല. ശല്യങ്ങൾ ഇറങ്ങി പോകുന്ന എന്റെ മനസ്സിൽ ഇപ്പൊ എണ്ണീറ്റാണ് മിക്കവാറും. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയോണ്ട്. അങ്ങനെ ഞങ്ങളൊരു പാലത്തിൽ വന്നേക്കുവാ. പാലത്തിന് പേര് വല്ലതും ഉണ്ടോ? പാലത്തിന് പേരില്ല, KSRTC. വേണ്ട ഗൈസ്, ഒരുത്തി മന്തിയൊക്കെ തിന്ന് മത്തടിച്ച് എണ്ണിക്കാൻ പോലും വയ്യാതെ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഏതോ പണി കഴിയാത്തൊരു പാലമാണ് കൊല്ലത്തുള്ള. KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ്. അതെ അതെ. പക്ഷെ ഇവിടെ നല്ല അന്തരീക്ഷമാണ്. ഇവിടെ വന്ന് നല്ല വണ്ടികളും കാര്യങ്ങളും ഒന്നുമില്ല, അങ്ങനെ തിരക്കൊന്നുമില്ല, നല്ല കായലും എല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പറ്റുള്ളൂ. ബൈ.